ന്യൂസിലാൻഡിലെ ക്യൂൻസ് ടൗണിൽ നിന്ന് വാൾട്ടർ പീക്ക് ഹൈ കൺട്രി ഫാം എന്ന് പറയുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്ക് വക്കാട്ടിപ്പൂലൂടെ TSS ഏൺസ്ലോ എന്ന ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സ്റ്റീം ഷിപ്പിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീം ഷിപ്പാണ് TSS ഏൺസ്ലോ. ഇന്ന് സദേൺ ഹെമിസ്ഫിയറിലുള്ള ഹാൻഡ് ഫയർഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു പാസഞ്ചർ ഷിപ്പാണിത്. ന്യൂസിലാൻഡിൽ ട്രാവൽ ചെയ്ത സമയത്ത് അവിടുത്തെ ലേക്കിൻ്റെയും മൗണ്ടൻസിൻ്റെ ഒക്കെ ആ ഒരു സൗന്ദര്യം മനസ്സിലാക്കുന്ന രീതിയിൽ പല ക്രൂസ് ട്രിപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻറ്റേജ് ജേർണി കൂടെ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേക്ക് വക്കാട്ടിപ്പ് ഓഫ് കോഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗണ്ടൻസിൽ ചുറ്റപ്പെട്ട് വളരെ പീസ്ഫുള്ളി ഒഴുകുന്ന ഒരു ലേക്കാണ്. പക്ഷെ അതിൽ ഇതുപോലെ ഒരു സ്റ്റീം ഷിപ്പിൽ പോവാന്ന് പറയുന്നത് അത് എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ചുറ്റുമുള്ള കാഴ്ചകളെ കാണുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കപ്പലിൻ്റെ അകത്തും ഒരുപാട് കാര്യങ്ങൾ നടന്നു കാണാനുണ്ട്. ലിറ്ററലി ഒരു കപ്പൽ എന്ന് പറയാൻ പറ്റില്ല, ലേക്കിലെ ഏറ്റവും വലിയൊരു ബോട്ട്, ലേഡി ഓഫ് ദി ലേക്ക് എന്നാണ് അത് അറിയപ്പെടുന്നത്. October 18 ഇതിൻ്റെ ഫസ്റ്റ് യാത്ര. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ടൈറ്റാനിക് ഇറങ്ങിയ അതേ വർഷം തന്നെയാണ് ഈ ഒരു ഷിപ്പും ഇറങ്ങുന്നത്. അന്നൊക്കെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫാമുകളിലേക്ക് പല സപ്ലൈസും, ഷീപ്പിനെ, അതേപോലെ തന്നെ പാസഞ്ചേഴ്സിനെ, മെയിൽസിനെ, അവർക്കുള്ള മറ്റ് പല സപ്ലൈസൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഡ്യൂട്ടി ആയിരുന്നു ഈ ഒരു ഷിപ്പിൻ്റെ. ഇന്ന് ഈ ഷിപ്പും അതിലെ ജേണിയും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഹാഫ് ആൻ അവറിലധികം നമ്മൾ ട്രാവൽ ചെയ്ത് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വാൾട്ടർ പീക്ക് ഹൈ കൺട്രി ഫാമിലേക്കാണ്. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടു മറന്നിട്ടുള്ള ഊട്ടിയിലേക്ക് ബംഗ്ലാവിനെ അനുസ്മരിപ്പിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് അവിടെ ഉള്ളത്. അതിമനോഹരമായ ഗാർഡൻ, നടന്നു കാണാനായിട്ട് ഒരുപാട് പുൽമേടുകൾ, അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, ചെറിയൊരു സൊവനിയർ ഷോപ്പ്. അങ്ങനെ നമ്മൾ ഈ ഷിപ്പിൽ യാത്ര ചെയ്ത് അവിടെ പാസഞ്ചേഴ്സിന് വന്ന് ഇറങ്ങി കുറച്ചു നേരം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പാണ്.
head off to Beltingham on the right hand side. That's the old homestead, which we use as a restaurant. They'll be cleaning up inside there, but you'll be able to have a look at those pretty nice gardens. I can't. പക്ഷെ ഇതൊരു അടിപൊളി സ്ഥലട്ടാ. നീ പോണോക്കൊക്കെ ടാറ്റ കൊടുക്ക പോയി ടാറ്റ എടുത്ത എല്ലാവർക്കും ടാറ്റ ടാറ്റ. ശരിക്കും ഒരു കോട്ടേജ് വരണം. അതിൻ്റെ ഉള്ളിൽ ചായ തന്നിട്ടുണ്ടെന്നാണ് അവിടെ കഴിക്കണ്ടേ. ഇത് ഭയങ്കര ഇതൊരു ചെരിഞ്ഞൊരു ചിരി. കൊല കൊല റോസപ്പൂവാണ്. We're also going to blow a real noisy steam whistle now to give everyone a heads up that we're coming into the bay. You may want to cover your ears out front there for a second. It's pretty loud, and we'll do that now. ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ചില യാത്രകളിൽ ഒന്നായിരുന്നു TSS ഏൺസ്ലോയിലെ യാത്ര. ഫാമിൽ നിന്ന് തിരിച്ചും നമ്മളെ കയറിയ ക്യൂൻസ്റ്റൗണിലോട്ട് തന്നെ അവരെത്തിക്കും. അപ്പോൾ അടുത്ത ട്രിപ്പ് പോകാനായിട്ട് ആളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നത് കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു മനോഹരമായ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.